മനുഷ്യരുടെ സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ നിങ്ങൾ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ മനുഷ്യ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവാകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മനുഷ്യർക്ക് കീഴ്പ്പെട്ട പ്രകാരം തന്നെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മനുഷ്യർ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിക്കും. സഭയെ ജലത്തിലും സ്നാനം കൊണ്ടും വചനം കൊണ്ടും വീണ്ടും വണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്തുല്യങ്ങളായി മറ്റു വല്ലമോ കൂടാതെ നിർമ്മല വിശുദ്ധയുമായ തേജസ്വിയാക്കാനുമായിട്ട് സഭയ്ക്കായി സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെന്നപോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മനുഷ്യ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ തന്നെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസ സംബന്ധികളും അസ്ഥി സംബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിലൊരു ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മനുഷ്യനെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു